Hi friends, welcome back to my today's class ICD-10 coding guidelines. Chapter 1-ലെ കൊറോണ വൈറസ്. Chapter 1-ലെ മോസ്റ്റ്ലി എല്ലാ ടോപ്പിക്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റത്തെ ടോപ്പിക്കാണ് കൊറോണ വൈറസ്. അപ്പോൾ കൊറോണ വൈറസിന്റെ കോഡിംഗ് ഗൈഡ്ലൈൻസ് എന്താണെന്ന് നോക്കാം. COVID-19 ഇൻഫെക്ഷൻ. കൊറോണ വൈറസിന് COVID-19 എന്ന് പേര് വന്നത് എന്തുകൊണ്ടാണ്? അത് സ്പ്രെഡ് ആയത് 2019 ഇയറിലാണ്. ആ ഇൻഫെക്ഷൻ ഏത് വൈറസ് കൊണ്ടാണ് വന്നത്? സാഴ്സ് കോവ് 2. ഈ വൈറസിന്റെ പേരാണ് ഇത്, ഈ സാഴ്സ് കോവ് 2. അപ്പൊ കോഡിംഗ് ഗൈഡ് ലൈൻസ് നോക്കാം. കോഡ് ഓൺലി കൺഫേംഡ് കേസസ്. കോഡ് ഓൺലി കൺഫേംഡ് കേസസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, പേഷ്യന്റിന്റെ റിപ്പോർട്ടില് പ്രൊവൈഡർ ആ COVID-19 കൺഫേംഡ് ആണെന്ന് പറഞ്ഞാൽ മാത്രം കോഡ് ചെയ്യുക. അതാണ് കോഡ് ഓൺലി കൺഫേംഡ് കേസസ്. COVID-19ന്റെ കോഡാണ് U07.1. ഇതില് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഹോസ്പിറ്റൽ ഇൻപേഷ്യന്റ് ഗൈഡ് ലൈനിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇൻ ദിസ് കണ്ടെക്സ്റ്റ് കൺഫർമേഷൻ ഡസ് നോട്ട് റിക്വയർ ഡോക്യുമെന്റേഷൻ ഓഫ് എ പോസിറ്റീവ് ടെസ്റ്റ് റിസൾട്ട് ഫോർ COVID-19. അതായത് ഒരു പ്രൊവൈഡറിന്റെ കൺഫർമേഷൻ നമുക്ക് ആവശ്യമില്ല, അഥവാ the provider's documentation that individual has a COVID-19 is sufficient. ഡോക്യുമെന്റേഷനിൽ ഇൻഡിവിജ്വലിന് COVID-19 ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കോഡ് ചെയ്യാം. If the provider documents suspected, possible, probable or inconclusive COVID-19 do not assign code U07.1. പേഷ്യന്റിന്റെ റെക്കോർഡിൽ പ്രൊവൈഡർ സസ്പെക്റ്റഡ്, പോസിബിൾ, പ്രോബബിൾ, ഇൻകൺക്ലൂസീവ് ഇങ്ങനെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കോഡ് ചെയ്യാൻ പാടില്ല. ആ ടൈമിൽ സൈൻസ് ആൻഡ് സിംറ്റംസ് മാത്രം കോഡ് ചെയ്യുക. അതായത് റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ മാത്രം സൈൻസ് ആൻഡ് സിംറ്റംസ് കോഡ് ചെയ്യുക. നെക്സ്റ്റ് സീക്വൻസിങ് ഓഫ് കോഡ്സ്. സീക്വൻസിങ് ഓഫ് കോഡ്സ് എങ്ങനെയാണെന്ന് നോക്കാം. When the COVID-19 meets the definition of principal diagnosis, code U07.1, COVID-19 should be sequenced first, followed by appropriate codes for associated manifestation. അതായത് ഈ COVID-19 സെപ്പറേറ്റ് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഏതൊക്കെ ഫസ്റ്റ് കോഡ് ചെയ്യുക, ഏതൊക്കെ വന്നാൽ ഈ COVID-19 ഫസ്റ്റ് ആയിട്ട് കോഡ് ചെയ്യാം. അങ്ങനെയുള്ള ടൈമിൽ COVID-19 ഫസ്റ്റ് കോഡ് ചെയ്യുക, അതിനുശേഷം അപ്രോപ്രിയേറ്റ് കോഡ്സ് ചെയ്യുക എന്നാണ് പറയുന്നത്. അത് നമുക്ക് താഴെ നോക്കാം ഏതൊക്കെ കണ്ടീഷൻ വരുമ്പോഴാണ് ഇത് ഫസ്റ്റ് ആയിട്ട് കോഡ് ചെയ്യുന്നതെന്ന്. ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്റ്റ് when another guidelines requires that certain codes be sequenced first, such as obstetric, sepsis or transplant complication. ഇതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഒബ്സ്ട്രക്റ്റിക്, പ്രഗ്നൻസി കോഡ്സ്, സെപ്സിസ്, ട്രാൻസ്പ്ലാന്റ് കോംപ്ലിക്കേഷൻ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കോവിഡ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കോഡ് ചെയ്യേണ്ടത് ഈ ഒബ്സ്ട്രക്റ്റിക്കിന്റെയും സെപ്സിസിന്റെയും ട്രാൻസ്പ്ലാന്റ് കോംപ്ലിക്കേഷൻ അതിന്റെയൊക്കെ കോഡാണ് ഫസ്റ്റ് ആയിട്ട് കോഡ് ചെയ്യേണ്ടത്. നമ്മൾ സെപ്സിസ് ഒക്കെ ഓൾറെഡി കണ്ടു, അതിലൊക്കെ ആദ്യം കോഡ് ചെയ്യേണ്ടത് സെപ്സിസ് തന്നെയാണ്. അപ്പോൾ അതിന് ആ ടൈമിൽ ഇതൊക്കെയാണ് ആദ്യമേ കോഡ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഏതൊക്കെ കണ്ടീഷൻ വരുമ്പോഴാണ് COVID-19 ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ്, അക്യൂട്ട് റെസ്പിറേറ്ററി മാനിഫെസ്റ്റേഷൻ ഓഫ് COVID-19. ഇങ്ങനെയെന്ന് വെച്ചാൽ ഒരു അക്യൂട്ട് റെസ്പിറേറ്ററി കണ്ടീഷൻ ഉണ്ട്. അത് എന്തുകൊണ്ടാണ്? COVID-19 കൊണ്ടാണ് എങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ കോഡ് ചെയ്യാം. When the reason for encounter or admission is respiratory manifestation of COVID-19, assign code U07.1 COVID-19 as principal diagnosis code and assign the code for respiratory manifestation as additional diagnosis. ഒരു റെസ്പിറേറ്ററി ഫെയിലിയർ, അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ട് പേഷ്യന്റിന്. ആ അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ എന്തുകൊണ്ടാണ്? COVID-19 കൊണ്ടാണ് വന്നതെങ്കിൽ നമുക്ക് COVID-19 ആദ്യമേ കോഡ് ചെയ്യാം, അതിനുശേഷം അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ കോഡ് ചെയ്യാം. അപ്പൊ U07.1 അതിനുശേഷം J96.0 അത് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ. ഇങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത്. COVID-19 ആദ്യമേ കോഡ് ചെയ്യണം. നെക്സ്റ്റ്, ന്യൂമോണിയ.
ന്യൂമോണിയ വരുമ്പോൾ for a patient with pneumonia confirmed as due to COVID-19, അതായത് ഒരു പേഷ്യന്റിന് ന്യൂമോണിയ ഉണ്ട്, അതെന്തുകൊണ്ടാണ്? COVID-19 കൊണ്ടാണെങ്കിൽ നമ്മൾ ആദ്യമേ കോഡ് ചെയ്യേണ്ടത് COVID-19 കോഡ്, അതിനുശേഷം ന്യൂമോണിയ കോഡ് വരുന്നത് J12.82, ന്യൂമോണിയ ഡ്യൂ ടു കൊറോണ വൈറസ് ഡിസീസ് 2019. ഇങ്ങനെ തന്നെ ഒരു സെപ്പറേറ്റ് കോഡ് കാണും. ആ കോഡ് എടുത്ത് കോഡ് ചെയ്യണം. കോവിഡ് കോഡ് ചെയ്യുക, അതിനുശേഷം J12.82. അടുത്ത അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് ഡ്യൂ ടു COVID-19 ആണെങ്കിൽ COVID-19 ആദ്യമേ കോഡ് ചെയ്യുക, അതിനുശേഷം അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് കോഡ് ചെയ്യുക. ഇവിടെ അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് കോഡ് വരുന്നത് J20.8. അതിന്റെ ഡിസ്ക്രിപ്ഷൻ അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് ഡ്യൂ ടു അതർ സ്പെസിഫൈഡ് ഓർഗാനിസം. ഇവിടെ അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് ഡ്യൂ ടു COVID-19 എന്നൊരു കോഡ് സ്പെസിഫൈഡ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് ഡ്യൂ ടു അതർ സ്പെസിഫൈഡ് ഓർഗാനിസം കോഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഡ്യൂ ടു കോവിഡ് ആണെങ്കിൽ കോവിഡ് U07.1 ആദ്യമേ കോഡ് ചെയ്യുക, അതിനുശേഷം അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കോഡ് ചെയ്യണം. നെക്സ്റ്റ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഡ്യൂ ടു COVID-19 ആണെങ്കിൽ ആ ടൈമിലും COVID-19 ആദ്യമേ കോഡ് ചെയ്യുക, അതിനുശേഷം അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം കോഡ് ചെയ്യണം. നെക്സ്റ്റ് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ഡ്യൂ ടു COVID-19 ആണെങ്കിൽ COVID-19 ആദ്യമേ കോഡ് ചെയ്യുക, നെക്സ്റ്റ് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ J96.0 കോഡ് ചെയ്യണം. ഇത്ര നേരം പറഞ്ഞത് നമ്മൾ റെസ്പിറേറ്ററി ഫെയിലിയർ ഡ്യൂ ടു COVID-19 ആണ്. അടുത്ത നോൺ റെസ്പിറേറ്ററി മാനിഫെസ്റ്റേഷൻ ഓഫ് COVID-19, ഒരു നോൺ റെസ്പിറേറ്ററി കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്തുകൊണ്ടാണ്? COVID-19 കൊണ്ടാണെങ്കിൽ എങ്ങനെ കോഡ് ചെയ്യാം? When the reason for encounter or admission is a non-respiratory manifestation of COVID-19, assign the code U07.1 COVID-19 as principal diagnosis code and assign the code for manifestation. അപ്പോൾ ഒരു നോൺ റെസ്പിറേറ്ററി കണ്ടീഷൻ, എക്സാമ്പിൾ എൻറ്ററൈറ്റിസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡ്യൂ ടു COVID-19 ആണെങ്കിൽ ആ ടൈമിലും COVID-19 ആദ്യമേ കോഡ് ചെയ്യുക, അതിനുശേഷം ആ എൻറ്ററൈറ്റിസ് കോഡ്, നോൺ റെസ്പിറേറ്ററി കണ്ടീഷൻ കോഡ് ചെയ്യണം. നെക്സ്റ്റ് എക്സ്പോഷർ ടു COVID-19 ഫോർ എ asymptomatic individual with actual or suspected exposure to COVID-19 assign the code Z20.822. Asymptomatic means ഒരു പേഷ്യന്റിന് സിംറ്റംസ് ഒന്നുമില്ല, COVID-19 സിംറ്റംസ് ഒന്നുമില്ല, പക്ഷേ ആ പേഷ്യന്റ് മറ്റൊരു COVID-19 പോസിറ്റീവ് പേഷ്യന്റുമായി കോണ്ടാക്റ്റിൽ ഏർപ്പെടുകയോ അഥവാ ആ പേഷ്യന്റിന് ഒരു സസ്പെക്റ്റ് ഉണ്ട്, COVID-19 എന്നൊരു സസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ആ ടൈമിൽ കോഡ് ചെയ്യേണ്ടത് Z20.822. കോണ്ടാക്ട് വിത്ത് ആൻഡ് സസ്പെക്റ്റഡ് എക്സ്പോഷർ ടു COVID-19 കോഡ് ചെയ്യണം. നെക്സ്റ്റ് സ്ക്രീനിങ് ഫോർ COVID-19. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയേക്കുന്നത് സ്ക്രീനിങ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഫോർ COVID-19 ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ കോഡ് ചെയ്യേണ്ടത് Z11.52 എൻകൗണ്ടർ ഫോർ സ്ക്രീനിങ് ഫോർ COVID-19. ഇത്ര ഉള്ളൂ. കുറച്ചുകൂടെ ഉണ്ട് COVID-19. ഇന്നത്തെ ക്ലാസ് ഇത്ര വരെ ഉള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സ്. ഓക്കെ, താങ്ക് യു.